മെക്സിക്കോയിലെ തിയോത്തി ഹുവാക്കാൻ ആർക്കിയോളജിക്കൽ സൈറ്റിൽ എത്തി നിൽക്കുകയാണ് ഞാൻ. അതിബൃഹത്തായ ഒരു ചരിത്രശേഷിപ്പ്. 1500 വർഷം മുൻപ് ഏതോ ഒരു ജനസമൂഹം ഇവിടെ പണിതിട്ടുപോയ വലിയ ക്ഷേത്ര കോംപ്ലക്സുകളുടെയും ഒരു നഗരത്തിന്റെ തന്നെയും ശേഷിപ്പാണിത്. അതിലെ മൂൺ പിരമിഡ് എന്നറിയപ്പെടുന്ന വലിയൊരു പിരമിഡാണ് മുന്നിൽ. അതിന്റെ ഏതാണ്ട് മധ്യഭാഗം വരെ ആളുകൾക്ക് കയറാം. ധാരാളം ആളുകൾ പടവുകൾ കയറി അവിടേക്ക് പോകുന്നുണ്ട്. കുത്തനെയുള്ള പടവുകൾ കയറി പിരമിഡിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തുക എത്ര വിഷമകരമാണെന്ന് ആളുകളുടെ നടത്തം കാണുമ്പോൾ അറിയാം. പിരമിഡിന്റെ മുന്നിലെ ഈ ഭാഗം പ്ലാസ ഓഫ് ദി പിരമിഡ് ഓഫ് ദി മൂൺ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്നും നീണ്ടുകിടക്കുന്ന ഈ വിശാല പാതയാണ് അവന്യൂ ഓഫ് ദി ഡെഡ്, മരിച്ചവരുടെ വീഥി. മൂൺ പിരമിഡിന് മുന്നിൽ നിന്നും നീണ്ടുകിടക്കുന്ന വലിയൊരു പാതയാണത്. അതിന്റെ ഇരുവശത്തും ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുടെയോ സ്മാരകങ്ങളുടെയോ അവശിഷ്ടങ്ങൾ. വലിയ നിർമ്മിതികളാണത്. ഇടയ്ക്ക് ചില മണ്ഡപങ്ങൾ. അതിവിശാലമാണ് പ്ലാസ ഓഫ് ദി പിരമിഡ് ഓഫ് ദി മൂൺ. യഥാർത്ഥമായ മൂൺ പിരമിഡിലേക്കല്ല ആളുകൾ കയറുന്നത്, അതിന് മുന്നിലുള്ള ഒരു തിട്ടയിലേക്കാണ്. അതിനുമപ്പുറത്തെ മൂൺ പിരമിഡിന്റെ മുകളിലേക്ക് ആളെ വിടില്ല. മുകൾ ഭാഗം തകർന്ന അവസ്ഥയിലാണുള്ളത്. മൂൺ പിരമിഡിന്റെ പ്ലാസയിൽ നിന്ന് ഞാൻ ചുറ്റോടു ചുറ്റും ഒന്ന് നോക്കി. ഇതാണ് കാഴ്ച. വലിയൊരു ഭൂപ്രദേശം. മരിച്ചവരുടെ വീഥിയിൽ ആയിരക്കണക്കിന് ആളുകൾ. തിയോത്തി ഹുവാക്കാൻ എന്ന സ്ഥലപ്പേര് തന്നെ ഇന്ത്യക്കാർ അധികം കേട്ടിട്ടുണ്ടാവില്ല. ദിവസവും ഇത്രയേറെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണിത്. പല നാടുകളിൽ നിന്നും വന്നെത്തുന്ന ആളുകൾ. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് തിയോത്തി ഹുവാക്കാന് പറയാനുള്ളത്. സൺ പിരമിഡാണിത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പിരമിഡ്. അതിനടുത്തേക്ക് പിന്നീട് ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ മൂൺ പിരമിഡിൽ പടവുകൾ കയറാവുന്നത്ര പോകാമെന്നാണ് തീരുമാനം. അതിനായി നടന്നു. തകർന്നുപോയ പല നിർമ്മിതികളുണ്ട് ഈ പ്ലാസയിൽ. പിരമിഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ നിർമ്മിതികളാണത്. എല്ലാം അഗ്നിപർവ്വത ശിലകൾ കൊണ്ടുണ്ടാക്കിയവ തന്നെ. കൃത്യമായ അളവിലും ഒരേ ശൈലിയിലും നിർമ്മിച്ചവ. AD 200 മുൻപ് തന്നെ മൂൺ പിരമിഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് ആർക്കും അറിയില്ല. പ്ലാസയുടെ മധ്യത്തിൽ ഇവിടെ തറ പോലുള്ളൊരു ഭാഗമുണ്ട്. ജിയോമെട്രിക് രൂപമായ ക്വിൻ കങ്സ് ശൈലിയിലുള്ള ഒരു നിർമ്മിതി. തിയോത്തി ഹുവാക്കാൻ ക്രോസ് എന്നും ഇതറിയപ്പെടുന്നു. ഞാൻ നടന്ന് മൂൺ പിരമിഡിന്റെ ചുവട്ടിലെത്തി. ആളുകൾ വളരെ ശ്രമപ്പെട്ടാണ് കുത്തനെയുള്ള പടവുകൾ കയറുന്നത്. ഇറങ്ങി വരുന്നവരാണ് കുറെ കൂടി ബുദ്ധിമുട്ടുന്നതെന്ന് തോന്നി. ഈ ഓരോ പടവിനും ഒരടിയിലധികം ഉയരമുണ്ട്. അതുകൊണ്ടാണ് കയറാനും ഇറങ്ങാനും ഇത്രയും ബുദ്ധിമുട്ടുന്നത്. പലരും ഇറങ്ങാൻ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. പടവുകൾക്ക് നടുവിലൂടെ 2 വടം കെട്ടിയിട്ടുണ്ട്. അതിൽ പിടിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യാം. എങ്കിലും പ്രായമായവർക്കും നടക്കാൻ ചെറിയ പ്രയാസമുള്ളവർക്കും ഈ പടവുകളിലൂടെയുള്ള കയറ്റവും ഇറക്കവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ ഏതായാലും ഒറ്റ ശ്രമത്തിൽ ഏതാണ്ട് 3/4 ഭാഗവും കയറി. അടുത്ത ശ്രമത്തിൽ മുകളിലെത്തുകയും ചെയ്തു. പിരമിഡിന്റെ മുകളിലല്ല, ഇടയ്ക്കുള്ള ഒരു തട്ട്. പിന്നിൽ പിരമിഡിന്റെ മുകളിലേക്ക് കയറാനുള്ള പടവുകൾ. ഇവിടം വരെ മാത്രമേ ടൂറിസ്റ്റുകളെ കയറ്റിവിടുന്നുള്ളൂ. കയറി വന്നവരെല്ലാം ഈ തട്ടിൽ നിരന്നു നിൽക്കുന്നു. വിസ്തൃതമായ ഒരു പ്ലാറ്റ്ഫോമാണിത്. തിയോത്തി ഹുവാക്കാൻ നാഗരികതയുടെ സുവർണകാലമായിരുന്ന 5ാം നൂറ്റാണ്ടിൽ പ്രമുഖമായൊരു ആരാധനാ സ്ഥലമായിരുന്നു ഇവിടം. മൂൺ പിരമിഡിന്റെ ഏറ്റവും മുകളിൽ ഗ്രേറ്റ് ഗോഡസ് ഓഫ് തിയോത്തി ഹുവാക്കാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേവതയുടെ പ്രതിഷ്ഠയുണ്ടായിരുന്നു. താഴെ നേരത്തെ കണ്ട തിയോത്തി ഹുവാക്കാൻ ക്രോസ് എന്ന് വിശേഷണമുള്ള നിർമ്മിതി.
അതിനപ്പുറം മറ്റൊരു മണ്ഡപം, വിശാലമായ പ്ലാസ, ചുറ്റും ചെറുക്ഷേത്രങ്ങളുടെ തറകൾ, അവന്യൂ ഓഫ് ദി ഡെഡ്, എല്ലാം കൽനിർമ്മിതികൾ തന്നെ. ഇക്കാണുന്നതാണ് തിയോത്തി ഹുവാക്കാൻ ക്രോസ്. മൂൺ പിരമിഡിന് മുകളിൽ പ്രതിഷ്ഠിച്ച ദേവതയ്ക്കായുള്ള അൾത്താരയായിരുന്നു ഇത്. ബലികർമ്മങ്ങൾ നടന്നിരുന്നത് ഇവിടെയാണ്. അവന്യൂ ഓഫ് ദി ഡെഡ് അങ്ങനെ നീണ്ടുപോകുന്നു. ക്വിറ്റ്സാൽ കോട്ടൽ എന്നൊരു ഭാഗം വരെയാണ് അത് നീണ്ടുകിടക്കുന്നത്. ഇക്കാണുന്നത് സൺ പിരമിഡാണ്. അതിന്റെ പടവുകളിലും മുകൾ തട്ടിലും ഉറുമ്പുനിര പോലെ ആളുകൾ. സൺ പിരമിഡിനകത്തേക്ക് ഇറങ്ങിപ്പോകാം. ഇവിടെ മൂൺ പിരമിഡിൽ നിന്നിറങ്ങുന്നവർ ഉരുക്കുവടത്തിൽ പിടിച്ചിറങ്ങാൻ ക്യൂ നിൽക്കുന്നു. ഇറങ്ങാനാണ് അങ്ങനെ ഒരു സഹായം കൂടുതൽ വേണ്ടത്. ഞാൻ പെട്ടെന്ന് താഴേക്കിറങ്ങി. കുട്ടികൾ പോലും ശ്രമപ്പെട്ടാണ് ഇറങ്ങുന്നത്. പിരമിഡിന് മുന്നിലെ പ്ലാസയിലൂടെ നടന്നു. പ്ലാസയ്ക്ക് ചുറ്റും പിരമിഡിന്റെ ചെറു പതിപ്പുകൾ പോലെ കൽത്തറകൾ. പ്ലാസയിലെ ഒരു പ്രധാന കാഴ്ച ഈ കച്ചവടക്കാരാണ്. കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവർ. അസ്റ്റക്ക് കാലത്തെ ചിഹ്നങ്ങളുടെയും ആഭരണങ്ങളുടെയും പതിപ്പുകൾ വിൽക്കുന്നവർ. അസ്റ്റക്, ഇൻക, മായൻ തുടങ്ങിയ സംസ്കാരങ്ങളുടെ മുദ്രകളുള്ള പരവതാനികളും അലങ്കാര വസ്തുക്കളുമെല്ലാമുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി കച്ചവടക്കാരുണ്ട് ഈ പ്ലാസയിൽ. അത് കണ്ടു നിൽക്കെ ഗൈഡ് മാർട്ടിൻ മറ്റാളുകളുമായി എത്തി. ഇനി ഞങ്ങൾ അവന്യൂ ഓഫ് ദി ഡെഡിലൂടെ തെക്കോട്ട് നടക്കുകയാണ്. വടക്കുഭാഗത്താണ് മൂൺ പിരമിഡ്. 2 പിരമിഡുകളെയും ബന്ധിപ്പിച്ചെന്നോണമാണ് അവന്യൂവിന്റെ കിടപ്പ്. ഇതാണ് അവന്യൂ ഓഫ് ദി ഡെഡ്. അതിന്റെ ഇരുവശത്തും കാണുന്നതെല്ലാം ചരിത്രാവശിഷ്ടങ്ങളാണ്. വലതുഭാഗത്ത് അക്കാണുന്നത് പഴയ കൊട്ടാരത്തിന്റെ അവശേഷിപ്പുകളാണ്. അവന്യൂവിലൂടെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ന് നടന്ന മാരത്തണിൽ പങ്കെടുക്കാൻ എത്തിയവരുമുണ്ട്. ഒരു ഭാഗത്തെത്തി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങകലെ മൂൺ പിരമിഡ്. അതിനു പിന്നിൽ സെറോ ഗോർഡോ എന്ന മലനിര. തിയോത്തി ഹുവാക്കാൻ സംസ്കാരകാലത്ത് ഇവിടെയുണ്ടായിരുന്ന ജനങ്ങൾ ബഹുദൈവ വിശ്വാസികളായിരുന്നു. ഓരോ ദൈവങ്ങൾക്കു വേണ്ടിയും വലിയ ക്ഷേത്രങ്ങൾ തന്നെ അവർ പണികഴിപ്പിച്ചു. അത്തരമൊരു ക്ഷേത്രമാണ് മൂൺ പിരമിഡിന് മുകളിലും ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ കയറിയ പടവുകളും പ്ലാറ്റ്ഫോമും ഇപ്പോഴും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ പ്ലാറ്റ്ഫോമിൽ വെച്ചും ദേവപ്രീതിക്കായുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നടന്നിരുന്നുവെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. മൃഗബലിയും നരബലിയും അവിടെ നടന്നിരുന്നു. ബലിയർപ്പിച്ച മനുഷ്യരുടെ ജഡം അവിടെ തന്നെ സംസ്കരിക്കുകയായിരുന്നു പതിവ്. തുടർന്ന് അതിനു മുകളിൽ കല്ലുകൊണ്ടുള്ള ഒരു ലെയർ കൂടി പടുത്തുയർത്തും. പരവതാനിയുടെയും വലിയ ഷീറ്റുകളുടെയും കച്ചവടക്കാരുമുണ്ടിവിടെ. അസ്റ്റക്, ഇൻക ചിഹ്നങ്ങൾ നെയ്തെടുത്ത തുണികൾ. ഗൈഡ് മാർട്ടിൻ തന്നെ അതൊക്കെ എടുത്ത് നിവർത്തി ഒരു പ്രമോഷൻ പരിപാടി നടത്തി. അതിന്റെ ഗുണഗണങ്ങൾ വിവരിക്കുന്നുണ്ട് അയാൾ. വലിയ വിലയാണ്. സമ്പന്ന ടൂറിസ്റ്റുകൾ വാങ്ങുമായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇവരെല്ലാം ഇവിടെ വരുന്നത്. കച്ചവടം നടന്നാൽ മാർട്ടിനും ഒരു വിഹിതം കിട്ടും. അതുകൊണ്ട് നല്ല ഉത്സാഹത്തിലാണയാൾ. പ്രാദേശിക കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ടൂർ ഗൈഡുമാരുടെ പതിവാണ്. ആരും വിരിപ്പുകളൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ വീണ്ടും അവന്യൂ ഓഫ് ദി ഡെഡിലൂടെ തെക്കുദിശയിൽ നടക്കുകയാണ്. ഇരുവശത്തും വലിയ ശിലാനിർമ്മിതികൾ, കൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ശേഷിപ്പുകൾ. പല ദൈവങ്ങൾക്കായുള്ള ക്ഷേത്രങ്ങളാണ്. പ്രപഞ്ചശക്തികളെയെല്ലാം ദൈവങ്ങളായി ആരാധിച്ചിരുന്നവരാണ് പുരാതന തിയോത്തി ഹുവാക്കാൻ നിവാസികൾ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995
44422. നടന്ന് ഞങ്ങൾ സൺ പിരമിഡിന് മുന്നിലെ പ്ലാസയിലെത്തി. സൺ പ്ലാസ എന്ന വലിയ ചത്വരം, പ്ലാസ ഡെൽ സോൾ എന്ന് പ്രാദേശികമായി ഇതറിയപ്പെടുന്നു. പല ലെവലുകളായാണ് സൺ പിരമിഡിന്റെ നിർമ്മാണം. ഒരു പടുകൂറ്റൻ പിരമിഡ്, അതിന്റെ പടവുകളിലും മധ്യഭാഗത്തെ ലെവലിലും മുകൾത്തട്ടിലുമെല്ലാം ആളുകളുണ്ട്. പക്ഷേ ഞങ്ങൾ അതിന് മുകളിൽ കയറുന്നില്ല. മുകളിൽ കയറി തിരികെ ഇറങ്ങി വരണമെങ്കിൽ ഏതാനും മണിക്കൂറുകൾ തന്നെ എടുക്കും. പിരമിഡിന് മുകളിലേക്ക് പോകാൻ നീണ്ട ക്യൂ ആണ്. ആദ്യത്തെ ഒരു തട്ട് കഴിഞ്ഞാൽ ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണാം. 2 മണിക്കൂറെങ്കിലും ക്യൂവിൽ നിന്നാലേ മുകളിലേക്ക് കയറാനാവൂ എന്നാണ് മാർട്ടിൻ പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ പിരമിഡാണിത്. 65.5 മീറ്ററാണ് ഉയരം. 20 നിലയുള്ള ഒരു കെട്ടിടത്തേക്കാൾ ഉയരമുണ്ടതിന്. പിരമിഡിന്റെ ഏറ്റവും മുകളിൽ 2 ദേവതമാർക്കുള്ള കോവിലുകൾ ഉണ്ടായിരുന്നു. അവ രണ്ടും പിൽക്കാലത്ത് തകർക്കപ്പെടുകയാണുണ്ടായത്. ഇവിടെ നിൽക്കുമ്പോൾ അവന്യൂ ഓഫ് ദി ഡെഡ് നീണ്ടുകിടക്കുന്നത് കാണാം. മൂൺ പിരമിഡിന്റെ ചുവട്ടിൽ വരെ എത്തി നിൽക്കുകയാണത്. മൂൺ പിരമിഡിന്റെ ഇടതുവശത്ത് കാണുന്നതാണ് ക്വെറ്റ്സാൽ പാപ്പൽ ഹോട്ടൽ, പഴയ നഗരത്തിലെ പ്രധാന കൊട്ടാരം. നഗരത്തിലെ ഉന്നതസ്ഥാനീയനായ ഒരു പുരോഹിതന്റെയോ പ്രഭുവിന്റെയോ കൊട്ടാരമായിരുന്നു അത്. അമൂല്യമായ ധാരാളം മ്യൂറലുകൾ സംരക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴവിടെ. നിരവധി കച്ചവടക്കാരുണ്ട് ഈ ഭാഗത്ത്. കുറെ പേർ കല്ലാണ് വിൽക്കുന്നത്. ഒബ്സീഡിയൻ എന്ന ആഗ്നേയ ശിലയാണ്. അഗ്നിപർവ്വത ലാവ ഉറച്ചുണ്ടായ പാറകളിൽ നിന്നും വേർപെടുത്തിയെടുത്ത് മിനുക്കിയെടുത്തതാണിത്. കറുത്ത നിറമുള്ളതുണ്ട്, കണ്ണാടിച്ചില്ലുപോലെ സുതാര്യമായതുണ്ട്, പല നിറങ്ങളുള്ളവയുണ്ട്. അവയെല്ലാം തേച്ചു മിനുക്കി ആഭരണങ്ങളാക്കി വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. മാർട്ടിനാണ് അത് ഓരോന്നും എടുത്ത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഓരോ കല്ലുമെടുത്ത് ഗുണഗണങ്ങൾ വർണ്ണിച്ച് ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇദ്ദേഹമാണ് കച്ചവടക്കാരൻ. സ്പാനിഷ് മാത്രമേ അറിയൂ. ആ ഭാഷ അറിയുന്നവരോടാണ് കച്ചവടക്കാരന്റെ സംസാരം. കുറച്ചുപേർ എന്തൊക്കെയോ വാങ്ങാൻ അവിടെ നിന്നു. ആ സമയം ഞാൻ നടത്തം തുടർന്നു. പ്ലാസ ഡെൽ സോളിൽ ടൂറിസ്റ്റുകളുടെയും കച്ചവടക്കാരുടെയും തിരക്കാണ്. ഈ പ്ലാസയും പിരമിഡുമെല്ലാം കൃത്യമായ വാസ്തുശാസ്ത്രം അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യോദയം, അസ്തമയം എന്നിവയെക്കുറിച്ചെല്ലാം ബന്ധപ്പെട്ടുള്ള കണക്കുകൾ അതിലുണ്ട്. സൺ പിരമിഡിന്റെ അടുത്തേക്കെത്തുമ്പോഴാണ് അതിന്റെ ഭീമാകാരത്വം വ്യക്തമാകുന്നത്. 220 മീറ്റർ നീളമുണ്ട് അതിന്റെ ചുവട് ഭാഗത്തിന്. 2 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ കൂടിച്ചേരുന്നതിനേക്കാൾ നീളം. ഈ കച്ചവടക്കാരെല്ലാം വെച്ചിരിക്കുന്നത് മെക്സിക്കൻ തൊപ്പിയാണ്. സോംബ്രറോ എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത്. മുഖത്തും തോളിലും വരെ വെയിലേൽക്കാതെ സംരക്ഷിക്കുന്ന തൊപ്പി. ഞങ്ങൾ ഇവിടെ നിന്നും ഇനി മടങ്ങുകയാണ്. തിയോത്തി ഹുവാക്കാനിലെ പ്രധാന കാഴ്ചകൾ കണ്ടുകഴിഞ്ഞു. മാർട്ടിനു പിന്നാലെ ഇവിടെ നിന്നും തിരിച്ചു നടക്കുന്നു. അപ്പോഴും തിയോത്തി ഹുവാക്കാന്റെ ചരിത്രമാണ് ഞാൻ ഓർക്കുന്നത്. ദൈവങ്ങൾ പിറന്ന ഇടം എന്നാണ് തിയോത്തി ഹുവാക്കാൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇവിടുത്തെ സംസ്കാരം തകർന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമെത്തിയ അസ്റ്റക്കുകളാണ് ആ പേരു നൽകിയത്. മഹത്തായ ഒരു സംസ്കാരമായിരുന്നു ഇവിടെ നിലനിന്നത്. അക്കാലത്ത് കേന്ദ്രസ്ഥാനമായി വർത്തിച്ച തിയോത്തി ഹുവാക്കാൻ പട്ടണത്തിന് 83 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിരുന്നു 3 മുതൽ 6 വരെയുള്ള നൂറ്റാണ്ടുകളിൽ തിയോത്തി ഹുവാക്കാൻ. വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിലേക്കു കയറി. മാർട്ടിനാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അയാളോടൊപ്പമുള്ള സഹായി ഗൈഡാവാൻ പരിശീലനം നേടുകയാണെന്ന് തോന്നുന്നു. തിയോത്തി ഹുവാക്കാനിലെ കാഴ്ചകൾ അവസാനിച്ചെങ്കിലും മാർട്ടിൻ വിടാനുള്ള ഭാവമില്ല. ഒരു കട കൂടി സന്ദർശിക്കണം. പോകുന്ന വഴിക്കാണത്.
ഞങ്ങൾ സാൻ മാർട്ടിൻ ദെ ലാസ് പിരമിഡസ് എന്ന പട്ടണത്തിലേക്കെത്തി. ചെറിയൊരു ടൗണും ഒരു മുനിസിപ്പാലിറ്റിയുമാണിത്. പ്രധാനമായും ടൂറിസത്തെ ആശ്രയിച്ചു കഴിയുന്നവരുടെ പട്ടണം. അവിടെ ഒരു കടയുടെ സമീപം മാർട്ടിൻ വണ്ടി നിർത്തി. മദ്യക്കടയാണ്. മെക്സിക്കോക്കാരുടെ വിശിഷ്ട മദ്യമായ ടെക്കീല വിൽക്കുന്ന കട. ഒരു കുടുംബം നടത്തുന്ന കടയാണ്. അവരുടെ വീടിനോട് ചേർന്നു തന്നെയാണ് കട. ടൂറിസം കൊണ്ട് ഇത്തരം നാട്ടുകാർക്കുണ്ടാവുന്ന ഗുണം ഇതൊക്കെയാണ്. സ്പാനിഷ് വംശജനായ മെക്സിക്കോക്കാരനാണ് കടയുടമ. ഇദ്ദേഹവും ഭാര്യയും മക്കളും കൂടിയാണ് കട നടത്തുന്നത്. ഫ്ലേവേർഡ് ടെക്കീലയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതിൽ കൂടുതലും. അഗാവെ എന്ന ചെടിയുടെ ഇല വാറ്റി നിർമ്മിക്കുന്ന വീര്യമേറിയ മദ്യമാണ് ടെക്കീല. ഇവിടെ വിൽക്കുന്നതാകട്ടെ പല ഫ്ലേവറുകൾ ചേർന്ന ടെക്കീലയാണ്. പീനട്ടിന്റെയും പിസ്താഷ്യോയുടെയും പൈനാപ്പിളിന്റെയും ഒക്കെ രുചിയുള്ളതാണത്. ചെറുതും വലുതുമായ ബോട്ടിലുകളുണ്ട്. ഓരോന്നും കടക്കാരൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. വെള്ളം ചേർക്കാതെയാണ് ഇത് കുടിക്കുക. ഭക്ഷണത്തിന് മുൻപ് കഴിക്കാവുന്നത്, ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ടത്, ആചാരപരമായി കഴിക്കാവുന്നത് എന്നിങ്ങനെ പലതും. ഓരോന്നിലും ചേർത്തിരിക്കുന്നത് എന്താണെന്ന് സോദാഹരണം വിവരിക്കുന്നു. ഈ സമയം അതിന്റെ സാമ്പിൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്നുമുണ്ട്. അതൊരു നല്ല പരിപാടിയാണെന്ന് പലർക്കും തോന്നി. ഏതായാലും ഡെമോൺസ്ട്രേഷൻ ഏറ്റു. ഞങ്ങളുടെ സംഘത്തിലുള്ള മിക്കവരും 3-4 കുപ്പി വീതം ടെക്കീല വാങ്ങി. സുവനീർ കച്ചവടക്കാരിൽ നിന്ന് ഒന്നും വാങ്ങാത്തവർ മദ്യക്കടയിലെത്തിയപ്പോൾ യഥേഷ്ടം പണം ചെലവിടുന്നു. സ്ത്രീകളാണ് മുന്നിൽ. അത്തരം സാധനങ്ങൾ വാങ്ങുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ കൈവീശി പുറത്തിറങ്ങി. വീണ്ടും യാത്ര. മാർട്ടിൻ തന്നെയാണ് ഡ്രൈവർ. സാൻ മാർട്ടിൻ ദെ ലാസ് പിരമിഡസ് പട്ടണത്തിലൂടെ വാഹനം നീങ്ങി. ഇതാണ് ലാസ് പിരമിഡസിന്റെ പ്രധാന ഭാഗം. ഇത്തരത്തിൽ പല ചെറിയ മുനിസിപ്പാലിറ്റികളുണ്ട് തിയോത്തി ഹുവാക്കാൻ പ്രദേശത്ത്. ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളാണിതെല്ലാം. ആർക്കിയോളജിക്കൽ സൈറ്റുകൾ കാണാനെത്തുന്നവരാണ് അവരിൽ കൂടുതലും. സാൻ മാർട്ടിൻ ദെ ലാസ് പിരമിഡസ് 71 ചതുരശ്ര കിലോമീറ്റർ വരുന്ന മുനിസിപ്പാലിറ്റിയാണ്. 21,000 പേർ ഇവിടെ വസിക്കുന്നു. ആ മുനിസിപ്പാലിറ്റി കഴിയുന്നതോടെ വരണ്ട ഭൂമിയാണ് കാണുന്നത്. വേനൽക്കാലമായതിനാൽ പൊടി നിറഞ്ഞു കിടക്കുകയാണെങ്കും. ഇവിടെയെല്ലാം കാക്ടസ് അഥവാ കള്ളിമുൾച്ചെടികളുടെ വലിയ കൃഷിയിടങ്ങളുണ്ട്. മെക്സിക്കോയുടെ ഒരു പ്രധാന കൃഷിയും ഭക്ഷ്യവിഭവവുമാണ് കാക്ടസ്. മധ്യ മെക്സിക്കോയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് ഇതെല്ലാം. 16-ാം നൂറ്റാണ്ടിലായിരുന്നു മെക്സിക്കോയിലേക്ക് സ്പാനിഷ് അധിനിവേശമുണ്ടായത്. അതിനു മുൻപ് ഓൾമക്, ടോൾട്ടക്, അസ്റ്റക്, മായൻ എന്നിങ്ങനെ പല ജനവിഭാഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്പെയിൻകാർ വരുന്ന സമയത്ത് അസ്റ്റക്കുകളായിരുന്നു ഇവിടുത്തെ പ്രബല ശക്തി. മോക്ടേസുമ എന്ന രാജാവാണ് നാടു ഭരിച്ചിരുന്നത്. ഹെർണൻ കോർത്തസ് എന്ന യോദ്ധാവിന്റെ നേതൃത്വത്തിലെത്തിയ സ്പെയിൻകാരെ അസ്റ്റക് രാജാവ് ആദ്യം സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ സ്വർണത്തിനും വെള്ളിക്കും വേണ്ടിയുള്ള സ്പെയിൻകാരുടെ അത്യാർത്തി ബന്ധം വഷളാക്കി. അസ്റ്റക്കുകളും സ്പെയിൻകാരും തമ്മിൽ യുദ്ധമുണ്ടായി. വിജയം സ്പെയിൻകാർക്കായിരുന്നു. അവർ രാജാവ് ഉൾപ്പെടെ ഒട്ടേറെ അസ്റ്റക്കുകളെ കൊന്നൊടുക്കി. സ്പാനിഷ് ക്രൂരതയിൽ മാത്രമല്ല അസ്റ്റക് സംസ്കാരവും ജനതയും ഛിന്നഭിന്നമായത്. സ്പെയിൻകാർ കൊണ്ടുവന്ന രോഗങ്ങൾ ഇവിടെയുണ്ടായിരുന്ന തദ്ദേശീയരെ കൊന്നൊടുക്കി. വസൂരി, പ്ലേഗ്, അഞ്ചാം പനി എന്നിങ്ങനെയുള്ള മഹാവ്യാധികൾ മെക്സിക്കോയിലെങ്ങും താണ്ഡവമാടി. സ്പെയിൻകാർ വന്ന് ഏതാനും വർഷങ്ങൾക്കകം 40 ലക്ഷത്തോളം തദ്ദേശീയർ മഹാമാരികളാൽ മരിച്ചു. ശേഷിച്ച ഗോത്രവർഗങ്ങളും സ്പെയിൻകാരും ഇടകലർന്നുണ്ടായ സങ്കര ജനവിഭാഗമാണ് ഇപ്പോൾ മെക്സിക്കോയിലുള്ളവരിൽ ഏതാണ്ട് 3/4 ഭാഗവും. മെസ്റ്റിസോകൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. കലർപ്പില്ലാത്ത ഗോത്രവർഗക്കാർ ജനസംഖ്യയുടെ 11% മാത്രമേയുള്ളൂ.
വരണ്ട ഭൂമിയാണ്. അതേ മട്ടിൽ പരുക്കൻ ജീവിതമാണ് ഇവിടുത്തെ ആളുകളുടേത്. വലിയ തോതിൽ അധോലോകവുമുണ്ടിവിടെ. മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത് എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ലാറ്റിൻ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നെല്ലാം മെക്സിക്കോയിലേക്ക് ആളുകൾ കയറി വരുന്നു. USA കടക്കാനുള്ള പടിവാതിലാണ് അവർക്ക് മെക്സിക്കോ. ഇനി വൊളാരെ കമ്പനിയുടെ വാഹനത്തിൽ മാറിക്കയറണം. ആ വാഹനം കാത്തുകിടക്കുന്നിടത്തേക്കാണ് മാർട്ടിൻ വണ്ടി വിടുന്നത്.